നമ്മളോടുള്ള യേശുവിന്റെ മനസ്സ് തിരിച്ചറിയുക. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. വലിയ പുരുഷാരം യേശുവിന്റെ കൂടെ 3 ദിവസം പാർക്കുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, ഈ ജനം എന്റെ കൂടെ 3 ദിവസം പാർക്കുകയാണ്. ഇവരെ പട്ടിണിയായിട്ട് വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു. ഉടനെ ശിഷ്യന്മാർ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ മരുഭൂമിയാണ്, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ, അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ യേശു ചെയ്ത അത്ഭുതം കാണുക. തന്റെ കൂടെയുള്ള ജനത്തിനു വേണ്ടി യേശു അത്ഭുതം ചെയ്തു. അവരുടെ അവസ്ഥകൾ യേശു മനസ്സിലാക്കി. ഒന്ന്, ദൂരത്തു നിന്ന് വന്നവരാണെന്നും അവർ പട്ടിണിയായി വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് യേശു കണ്ടിട്ട് യേശു അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അതെ, നമ്മളോടുള്ള ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിയുക. നമ്മൾ തളർന്നു പോകുവാൻ അവൻ ഇഷ്ടമില്ല. നമ്മൾ ക്ഷീണിതരാകുവാൻ അവൻ ഇഷ്ടമില്ല. നമ്മൾ ശക്തരായി, നമ്മൾ ബലമുള്ളവരായി മുന്നോട്ട് പോകുവാനാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും എന്ന്. അതെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തളർന്നു പോകുവാൻ യേശു സമ്മതിക്കില്ല. നമ്മൾ എത്തേണ്ടിടത്ത് എത്തുവാൻ, ഏത് ലക്ഷ്യസ്ഥാനത്താണോ നാം എത്തേണ്ടത് അവിടെ എത്തിക്കുവാൻ യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കുക. അതെ, യേശുവിന്റെ കൂടെ 3 ദിവസം പാർത്ത ഈ ജനത്തെ എത്തിക്കേണ്ടിടത്ത് യേശു എത്തിക്കുവാൻ അത്ഭുതം ചെയ്തു. അതെ, നമ്മളും എത്തേണ്ടിടത്ത് എത്തുവാൻ യേശു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. God bless you.